അപ്പോസ്തല പ്രവൃത്തികൾ 19 അധ്യായം അതിൻ്റെ 20 വാക്യം ആരെങ്കിലും ഒന്ന് ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ട്. ആമേൻ. ഒരിക്കൽ കൂടെ ഇങ്ങനെ കർത്താവിൻ്റെ ആമേൻ നമ്മൾക്കെല്ലാം സുപരിചിതമായ ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം. എഫേസോസ് സഭയുടെ പ്രാരംഭകാലം. അതിൻ്റെ പുറകിലത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു അപ്പല്ലോസും പ്രിസ്കില്ലാവും അക്വിലാവിനെയൊക്കെ അവിടെ ആക്കി വെച്ചിട്ട് പൗലോസ് അടുത്ത യാത്രയ്ക്ക് പോയി. തൻ്റെ 3-ാം മിഷണറി യാത്രയുടെ ആദ്യം വന്ന് അവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ ഒരു ആകെത്തുക എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. 20 വാക്യത്തിൽ എഴുതിയിരിക്കുക, ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു. എഫേസോസ് പട്ടണത്തിൻ്റെ ചരിത്രത്തെ തിരിച്ച, എഫേസോസ് പട്ടണത്തിൻ്റെ ആകെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ തിരിച്ചൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ സമ്മറിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വാക്യത്തെ പറയാം. എനിക്കറിയാം, നമ്മൾക്കെല്ലാം ഈ ഭാഗങ്ങളുടെ ഒക്കെ പശ്ചാത്തലം നമ്മൾക്കറിയാമെന്നറിയാം. എഫേസോസ് സഭയുടെ അല്ലെങ്കിൽ എഫേസോസ് പട്ടണത്തിൻ്റെ ചരിത്രം പശ്ചാത്തലം നമ്മൾക്കറിയാം. എ വെരി ഇമ്പോർട്ടൻറ്റ് സിറ്റി ഇൻ ദി ഏഷ്യ മൈനർ. വാണിജ്യ, സാംസ്കാരിക, മതപരമായ എല്ലാ പ്രാധാന്യവുമുള്ള അന്നത്തെ കാലത്തെ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന ഒരു പട്ടണം. അതിനുമപ്പുറം അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം വാണിരുന്ന, കുടികൊണ്ടിരുന്നൊരു ദേശം. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരിക്കൽ കയറുവാൻ സാധ്യതയുണ്ടായിട്ടും അവിടെ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ തൻ്റെ കൂട്ടു ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിട്ട് മടങ്ങിയ ഒരു വരവ് ഒരു അഭിഷക്തൻ വരികയാണ്. ഒരു അഭിഷക്തൻ വരികയാണ്. അവിടെ താൻ നടന്നു ചെല്ലുന്നത്, അവിടെ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് വേഴ്സ്. അതിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 19 അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? ആമേൻ. ശിഷ്യന്മാരെ കണ്ടു. സ്തോത്രം. പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. എല്ലാ സ്ഥലങ്ങളിലും പത്രോസ് ചെല്ലുന്നിടത്ത് പത്രോസ് കൂടുതലും പോയിരുന്നത് പട്ടണങ്ങളുടെ സെൻറ്ററുകളിലായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ ദ ബൈബിൾ സ്റ്റഡി നമ്മൾ പഠിക്കുകയായിരുന്നു. പത്രോസിൻ്റെ ഒരു ശുശ്രൂഷ രീതി അങ്ങനെയായിരുന്നു. പത്രോസ് ഒരു പട്ടണത്തിൽ ചെല്ലും, അവിടെ ഒരു സിനഗോഗ് കണ്ടെത്തും, അവിടെ പ്രസംഗിക്കും, അവിടെ പ്രസംഗിച്ചൊരു കൂട്ടത്തെ മൊബിലൈസ് ചെയ്ത് അങ്ങനെ മൂവ് ചെയ്യുക. പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുക, പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. And then he is meeting a group of people there. അവിടെ അവരെക്കുറിച്ചും പറഞ്ഞിരിക്കുകയുണ്ട്, ശിഷ്യന്മാരെ അവൻ കണ്ടു. അവിടെ പൗലോസ് അവരോട് ചോദിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അതിന് വളരെ രസകരമായ മറുപടി അവർ പറയുന്നത്. അടുത്ത വാക്യത്തിൽ ആ മറുപടി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് പറയാമോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അവരുടെ പേരെന്തുവാ മേളിൽ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷേ വചനം അതിൻ്റെ തൊട്ട് മേളത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുക, ശിഷ്യന്മാർ. എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു കാര്യമായിരുന്നു അത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണർവെന്ന പദം വളരെ വിമർശനത്തിനിരയാകുന്നൊരു പദമാണ്. ആൻഡ് എൻ്റെ ജീവിതത്തിൽ വളരെ വ്യക്തിപരമായി ഉണർവെന്ന പദത്തിനൊരു ഭയങ്കര അർത്ഥമുണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഇൻ 2019 ഞാൻ കുവൈറ്റിലെ എൻ്റെ പഠനം കഴിഞ്ഞതിന് ശേഷം കാരുണ്യയിൽ ഞാൻ പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യത്തെ 3 മാസത്തിനകം പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് പ്രകാശിപ്പിച്ചൊരു വാക്കാണ് ഉണർവ്, റിവൈവൽ. അന്ന് ഈ പദം ഇത്രയും സോഷ്യൽ മീഡിയകളിലോ ക്രിസ്തീയ കോളത്തിലോ ഈ പദം നമ്മൾ ഇന്ന് കാണുന്ന അത്രയും പോപ്പുലർ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടിയിരുന്ന അല്ലെങ്കിൽ എവ്രിവെയർ വി വെന്റ് ടു, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയോഗിച്ചിരുന്ന ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗം കൂടിയായിരുന്നു അന്ന് ഞങ്ങൾ ശുശ്രൂഷിച്ച മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ ഉണർവിനെ ആ പട്ടണത്തിൽ അല്ലെങ്കിൽ ആ ദേശത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് വഹിക്കുക എന്നുള്ളത്. ഇന്ന് പകൽ എനിക്ക് ഈ ഭാഗങ്ങളിൽ കൂടെ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഒരു യഥാർത്ഥ ദൈവവചന അടിസ്ഥാനത്തിൽ ഒരു ഉണർവ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഉണർവിനെ എങ്ങനെ തിരിച്ചറിയാം, എനിക്കറിയാം. ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിപ്പിക്കാനും പറയാനും നമ്മൾക്കെല്ലാം ബോധ്യം വരുത്താനും കഴിവുള്ളവരുടെ മുമ്പിൽ നിന്നാണ് ഞാൻ പ്രസംഗിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ചില വ്യക്തമായ കാര്യങ്ങൾ ഇന്ന് പകൽ നമ്മളോട് സംസാരിക്കണമെന്നുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ. അവിടെ
പൗലോസിൻ്റെ കൂടെയുള്ള കൂട്ടു ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ചെയ്തതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ അനന്തരമായ ഫലമായി ആസ് എ റിസൾട്ട് ഓഫ് വാട്ട് അപ്പൊല്ലോസ്, പ്രിസ്കില്ല ആൻഡ് അക്വില ഹാസ് ഡൺ ദെയർ, അവിടെ ചില ശിഷ്യന്മാർ എഴുന്നേൽക്കുക. പക്ഷെ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം അവർ കേട്ടിട്ടില്ല. ദേ ഹാവൻറ്റ് ഹേർഡ് അബൌട്ട് ദ പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതിനുശേഷം പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ യോഹന്നാൻ്റെ അനുതാപത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ യോഹന്നാൻ പഠിപ്പിച്ച മാതൃകയിലുള്ള സ്നാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അവനിലും വലിയവൻ, യോഹന്നാനിലും വലിയവൻ ഒരുത്തൻ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. യോഹന്നാനിലും വലിയവൻ വരുമ്പോൾ അവൻ നമ്മളെ എങ്ങനെ സ്നാനം കഴിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? പരിശുദ്ധാത്മാവാലും തീയാലും നമ്മളെ സ്നാനം കഴിപ്പിക്കും. ഈ വചനം പൗലോസ് അവിടെ റിലീസ് ചെയ്യുന്നു. ഈ വചനം പൗലോസ് അവിടെ പ്രസംഗിക്കുന്നു. അടുത്ത വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, അവരുടെ കലയിൽ പൗലോസ് കൈവെക്കുന്നു, അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു. അന്യഭാഷ അടയാളത്തോടു കൂടെയും അതിലും ഒരു പടിയും കൂടെ കടന്നു പറഞ്ഞാൽ അവരൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്തെന്നറിയാത്തവർ, പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുമെന്നറിയാത്തവർ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്തവർ, ഒരു കൂട്ടം വിശ്വാസികളുടെ നടുവിൽ, ഒരു കൂട്ടം വിശ്വാസികളുടെ നടുവിൽ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുക, നിങ്ങൾ കേട്ട യോഹന്നാനെക്കാട്ടിലും വലിയവൻ ഒരുവനുണ്ട്. അവരുടെ തലയിൽ പോയി കൈവെക്കുന്നു, അവരഭിഷേകം പ്രാപിക്കുന്നു. പൗലോസ് അവിടെ നിർത്തിയില്ല. അവിടെ ഒരു ചെറിയ ഉണർവിൻ്റെ ആരംഭമാണ്. ഇന്നത്തെ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആ സ്ഥാനത്ത് എൻ്റെ പ്രായം കൊണ്ടും എല്ലാ രീതിയിലും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ പൗലോസ് അവിടെ കൊണ്ട് നിർത്തിയില്ല. ഒരു ഉണർവുകളുടെ ആരംഭമാണ് നമ്മളവിടെ കാണുന്നത്. ഒരു പട്ടണത്തിൻ്റെ ആകത്തുക, പട്ടണത്തിൻ്റെ ചലനഗതിയെ മുഴുവൻ മാറ്റിയ ഒരു ഉണർവിൻ്റെ ആരംഭം. ആ കൂട്ടം 12 പേരായിരുന്നു നമ്മൾ കാണുന്നു. അവിടെ കൊണ്ട് പൗലോസ് നിർത്തുന്നില്ല. 8-ാം വാക്യം ഒന്ന് വായിക്കാമോ? 3 മാസത്തോടെ പ്രാഗൽഭ്യത്തെക്കുറിച്ച് എന്ത് പ്രസംഗിച്ചു? 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇന്നത്തെ തലമുറയിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ എവിടെയോ അറിഞ്ഞോ അറിയാതെയോ പിശാച് കൊണ്ടുവച്ചിരിക്കുന്നൊരു തന്ത്രത്തെയാ പൗലോസ് അവിടെ വളരെ മനഃപൂർവ്വമായി ഇന്റൻഷനിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നത്. എവിടെയോ സഭകളിനകത്ത്, എവിടെയോ ഇന്നത്തെ വിശ്വാസ സമൂഹത്തിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിനാണോ വലിപ്പക്കൂടുതൽ, ദൈവവചനത്തിൻ്റെ ആഴത്തിനാണോ വലിപ്പക്കൂടുതൽ എന്നുള്ള ഒരു മത്സര ബുദ്ധി അറിഞ്ഞോ അറിയാതെ എവിടെയോ വന്നുപോയി. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും അതിൻ്റെ ഭാഗമായിട്ടുമുണ്ട്. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാ. ഇന്ന് പകൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ചലനം അവിടെ ഉണ്ടാകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെയ്ത അടുത്ത ഇമ്മീഡിയറ്റ് കാര്യം പ്രാഗൽഭ്യത്തോടെ ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. അവൻ അവിടെയും നിർത്തിയില്ല. പൗലോസ് അപ്പോസ്തലൻ അവിടെയും നിർത്തിയില്ല. തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, പള്ളിയിൽ ചിലർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്നും അവിടെ എഴുതി വെച്ചിരിക്കുന്ന അടുത്ത വാക്യം ഒന്ന് കാണിക്കാമോ? ചില ശിഷ്യന്മാരെ അവൻ വേർതിരിച്ചുകൊണ്ട് തുർന്നോസിന്റെ പാഠശാലയിലേക്ക് പോയി. വളരെ വ്യക്തമായി ഇന്ന് പകൽ മനസ്സിലാക്കണം. പള്ളിയിൽ പ്രസംഗിച്ചത് പള്ളിക്കകത്തുണ്ടായിരുന്ന ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തവരോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലെന്ന് ചിന്തിച്ചിട്ടായിരിക്കണം ഇഷ്ടപ്പെടുന്നവരെ വീണ്ടും പഠിപ്പിക്കാൻ. അപ്പൊല്ലോസിനെ കുറിച്ച് അക്വിലയും പ്രിസ്കില്ലയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വാക്യം അതിൻ്റെ മുമ്പിലത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. അവനെ വീണ്ടും പരിശീലിപ്പിക്കാൻ, ബിക്കോസ് ഹി ഹാഡ് എൻ ഐഡിയ ഹു ക്രൈസ്റ്റ് വാസ്. അവനെ വീണ്ടും പരിശീലിപ്പിക്കാൻ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോയി. അതുപോലെ പൗലോസ് ഒരു കൂട്ടം ജനത്തെ തുറന്നോസിന്റെ പാഠശാലയിലേക്ക് എന്തിനാ കൊണ്ടുപോയേ? വചനം പഠിപ്പിക്കാൻ, ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസ്താവിക്കാൻ.
പരിശുദ്ധാത്മാവിന്റെ ചലനം നമ്മുടെ ജീവിതത്തിന്റെ ആകത്തുകയെ മാറ്റിമറിക്കുമെന്നുള്ളത് സത്യമാ. പക്ഷെ നിലനിൽക്കുന്നൊരു വ്യത്യാസം വേണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വേരൂന്നിയേ മതിയാകൂ. പരിശുദ്ധാത്മ ചലനത്തിന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. 100% ഞാൻ അതിന്റെ പൂർണ്ണ സാക്ഷിയാ. പക്ഷെ പരിശുദ്ധാത്മാവിനെ, എനിക്ക് തോന്നുന്നു ഞാൻ ആഫ്രിക്കയിൽ ചെന്നപ്പോഴാണ് തോന്നുന്നു, പരിശുദ്ധാത്മാവിനെ എങ്ങനെ വഹിക്കണമെന്നുള്ളതൊരു വളരെ സീരിയസ് ടോപ്പിക്. ഐ ഡോണ്ട് നോ, somebody has spoken about it here. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ടോണാലിറ്റിയിൽ നിൽക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളും വചനങ്ങളും ഒരിക്കലും ഈച്ച് അതർ കൊളൈഡ് ചെയ്യുന്നില്ല. അവർ ഹാൻഡ് ഇൻ ഹാൻഡാണ് മുമ്പോട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ സത്യത്തിന്റെ ആത്മാവായി നമ്മളെ സത്യത്തിലേക്ക് നയിക്കും. പരിശുദ്ധാത്മാവ് നയിക്കുന്ന സത്യത്തിന്റെ പേരാ തിരുവെഴുത്തുകൾ. എവിടെയോ അറിഞ്ഞോ അറിയാതെയോ കൗതുകത്തിന്റെ പേരിൽ, ഫോർ സം പീപ്പിൾ ഇൻസൈഡ് ഇറ്റ് ഇസ് ഫൺ. നമ്മൾക്ക് വീഡിയോകൾ കാണാൻ വളരെ എളുപ്പമാണ്. എവിടെയോ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ അതിനെ എൻജോയും ചെയ്യുന്നുണ്ട്. കാരണം we are all mere human beings. പക്ഷെ പിശാചിന്റെ ഒരു തലമുറയെ തകർത്ത് കളയാനുള്ള തന്ത്രമാണെന്ന് ഇന്ന് പകൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കുടുംബങ്ങളിനകത്തെ അന്തരീക്ഷം തിരിയും. വചനത്തോടുള്ള നമ്മുടെ സമീപനം മാറും. പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ സ്വീകാര്യത മാറും. പൗലോസ് വളരെ വ്യക്തമായി അത് അവിടെ വിളിച്ചു പറയുന്നത്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു അവിടെ നടന്ന മഹാസംഭവങ്ങൾ. മന്ത്രവാദികളും ആഭിചാരകരും എല്ലാം ഒരുപോലെ അവരുടെ പുസ്തകങ്ങളൊക്കെ കൂട്ടത്തിക്കൊണ്ട് കത്തിച്ച് കളഞ്ഞിട്ട് അവിടെ വലിയൊരു ഉണർവ്, ദേശം മുഴുവൻ അറിഞ്ഞൊരു ഉണർവ്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുക, അവിടെ നടന്നത് എഫെസോസിൽ മാത്രമല്ല, ഏഷ്യ മൈനറിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം അറിഞ്ഞു. ആ തരത്തിൽ ആ പട്ടണത്തിൽ നിന്നൊരു ഉണർവ് ആ ഏരിയ മുഴുവൻ സ്പ്രെഡായെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു സെക്ടറിൽ മാത്രം അവർ ഒതുങ്ങി നിന്നത് കൊണ്ടല്ല, പൗലോസിനെ പോലെ വളരെ പരിജ്ഞാനവും പരിശുദ്ധാത്മാവിന്റെ നിയോഗവുമുള്ളൊരു വ്യക്തി ദൈവരാജ്യത്തെ കുറിച്ച് അവരെ പഠിപ്പിക്കാൻ, വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവരുടെ വേരുകളെ ഇറക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇന്നത്തെ സഭകളിൽ നമ്മൾ ഉണർവുകളെ കുറിച്ച്, ഞാൻ ഉൾപ്പെടെ ഉണർവുകളെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളാ. ഞാൻ ഉൾപ്പെടെ ഉണർവിന്റെ വക്താവായി ഈ തലമുറയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാ. എന്തുകൊണ്ട് നമ്മൾക്ക് ഈ തലമുറകളിൽ ഉണർവിനെ കുറിച്ച് നമ്മൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ എളുപ്പമായി? എന്തുകൊണ്ട് സഭയ്ക്ക് അങ്ങനൊരു നിലനിൽക്കുന്ന ഉണർവിൽ പട്ടണത്തെ ചലിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല? എവിടെയോ അറിഞ്ഞോ അറിയാതെയോ ഇതിലേതിനോ ഒന്നിന് അപ്പർ ഹാൻഡ് വന്നിട്ടുണ്ട്. അത് ദൈവനിയോഗത്തിൽ വന്നതല്ല, നമ്മുടെ അറിവില്ലായ്മയിൽ വന്നതായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ അതിനകത്തൊരു വ്യത്യാസം വരും. നമുക്ക് പ്രവചിക്കുന്നവരെ ഇഷ്ടമാണ്, സൗഖ്യമാക്കുന്നവരെ ഇഷ്ടമാണ്. ഐ പേഴ്സണലി ലൈക്ക് ദം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ആളുകളുടെ കൂടെ നടക്കാനും യാത്ര ചെയ്യാനും അവരുടെ ജീവിതം കാണുവാനും ഒക്കെ ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. ആൻഡ് ഐ കൺസിഡർ ഇറ്റ് എ പ്രിവിലേജ്. അതുപോലെ തന്നെ മറ്റാർക്കുമില്ലാത്ത വചന വെളിപ്പാടുകൾ ചിലർ വായിച്ചിട്ട് എങ്ങനെയാ വചനം പറയുന്നത്, പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നതെന്ന് കണ്ട് ആശ്ചര്യപ്പെട്ട് ഞാൻ നിന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതിനേതെങ്കിലും എവിടെങ്കിലും ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടിനെയും ഒരുപോലെ മൂർച്ച കൂട്ടേണ്ടത് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെ അനിവാര്യമാണ്. എവിടെയോ പോയ പോക്കിൽ ചില സാഹചര്യങ്ങളിൽ ക്രമീകരണങ്ങൾ വരുത്തി പലതും ചെക്ക് ബോക്സായി പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ മറന്നുപോയവർ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു വ്യത്യാസത്തെ വിശ്വസ്തതയോടെ സ്റ്റൂവേഡ് ചെയ്യാൻ പറ്റാതെ വീണുപോയ ചിലർ. ഇത് രണ്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരേണ്ടത്, വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം, അത് രണ്ട് കാര്യമല്ല, ഒരു കാര്യം, ദൈവവചനത്തിൻ്റെ ആഴവും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗവും. ഇതിലൊന്നിനും നമ്മൾക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല, ഒരു സാധ്യതയുമില്ല.
പുതിയ നിയമസഭയുടെ ആരംഭം, ദ വെരി ഫസ്റ്റ് റിവൈവൽ ദാറ്റ് വി കോൾ, നമ്മൾ വിളിക്കുന്ന പുതിയ നിയമ പെന്തക്കോസ്ത് അനുഭവം, പുതിയ നിയമ സഭകളുടെ ആരംഭം അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 ആദ്യത്തെ ഭാഗം ഇസ് ഓസം. അതൊന്നും ഞാൻ ഇവിടെ പ്രസംഗിക്കുക, ആ വാക്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല, നമ്മൾക്കെല്ലാം കാണാപ്പാടം അറിയാവുന്ന കാര്യങ്ങളാണ്. അവർ കൂടി വന്നിരുന്നിടത്ത് കൊടിയ കാറ്റടിച്ചു, അഗ്നിനാവ് പോലെ പിളർന്ന നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇത് കണ്ടുകൊണ്ട് നിന്നവർ പറഞ്ഞത് അവർ വീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുക എന്നാ. പക്ഷെ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചലനം അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ 120 പേർക്ക് അടക്കി പിടിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ പരിശുദ്ധാത്മാവ് അവിടെ ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പത്രോസ് എന്നൊരു അപ്പോസ്തലൻ അവിടെ ഉരുവാകുന്നു. പത്രോസ് എന്നൊരു അപ്പോസ്തലൻ അവിടെ എഴുന്നേറ്റ് നിന്ന് പറയുകയാ, ഇത് യോവേൽ പ്രവാചകൻ പ്രവചിച്ചതിന്റെ നിവൃത്തിയാ. അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്റെ മേലും പകരും. സങ്കീർത്തനങ്ങളിൽ നിന്നും പ്രവചന പുസ്തകങ്ങളിൽ നിന്നും എല്ലാം ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ച് അവരെ വചനത്തിൽ പഠിപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പത്രോസ് അവിടെ വരച്ച് കാണിച്ചിട്ട് പറയുക, ഇതാ ഉയർത്തെഴുന്നേൽപ്പിൽ ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച അതേ ശക്തി, വാഗ്ദത്തമായി അവൻ പറഞ്ഞിട്ട് പോയ അതേ ശക്തി. Thank you, Holy Spirit. ഏതൊക്കെ ഉണർവുകളാ നിലനിന്നിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് ഉണർവ് നമ്മുടെ ഹൃദയങ്ങളെ കത്തിക്കുമ്പോൾ വചനത്തിൻ്റെ ആഴങ്ങളിൽ അത് വേരൂന്നപ്പെട്ടിട്ടില്ലെങ്കിൽ കാറ്റ് പോകുന്നത് പോലെ പാറിപ്പോവും. അതിൻ്റെ ഫലം എന്തായിരുന്നു അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എപ്പോഴാണ് കുത്തുകൊണ്ടേ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ചലനം നടന്ന അതേ സ്ഥലത്ത്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചലനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദൈവവചനം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ മാനസാന്തരപ്പെട്ടു. ഈ 2 വലിയ ഉണർവുകളിലും ഒരേ കോമണാലിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ചലനം, വചനം അവിടെ പ്രസ്താവിക്കപ്പെട്ടു, യേശുവിൻ്റെ നാമം അവിടെ മഹിമപ്പെട്ടു. 4, മാനസാന്തരപ്പെട്ടൊരു കൂട്ടം ജനം. മാനസാന്തരപ്പെട്ടൊരു കൂട്ടം ജനം. 2 സാഹചര്യങ്ങളിലും 2-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും ഒരുപോലെ എഴുതിയിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട് ജനം തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. 5-ാമത്തെ കാര്യം, ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സാക്കി കളയുന്ന കാര്യം, ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ നമ്മൾ മറന്നുപോകുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ മുമ്പ് എനിക്കൊന്ന് ഡെനിച്ചാനുമായിട്ടാന്ന് തോന്നുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുക, ഇന്നത്തെ തലമുറയിൽ നമ്മൾ മിസ്സാക്കി കളയുന്നത്, അറിഞ്ഞോ അറിയാതെയോ, ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ, ഡിസൈപ്പിൾഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കുന്നതിൽ ഒരു ഉണർവിൻ്റെ ഏറ്റവും വലിയ 5-ാമത്തെ അടയാളമാണ്, ഏറ്റവും വലിയ അടയാളമാണ് ദൈവവചനത്തിൻ്റെ പക്വതയോടെ, പ്രാഗൽഭ്യത്തോടെ എന്നുള്ള വാക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ പ്രാധാന്യമുള്ള വാക്കാണ്. ബോൾഡ്ലി എന്നാ ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ബോൾഡ്ലി ഹി പ്രീച്ച്ഡ്. അത് ധൈര്യമല്ല അത്. പരിശുദ്ധാത്മാവ് ഒരു ധൈര്യം തരും. ധൈര്യമല്ലെന്ന് ഞാൻ പറഞ്ഞ ധൈര്യം വേണ്ടെന്നല്ല, ധൈര്യമില്ലാതെ പ്രസംഗിക്കാവുന്നല്ല, ധൈര്യം വേണം. പക്ഷെ പ്രാഗൽഭ്യത്തിന് അതിലേറെ ആഴമായൊരു അർത്ഥമുണ്ട്. അതിന് there is a deeper meaning to that word. There is a way you carry the Holy Spirit in your life. There is a way you exhibit the presence of God that you host, which do not collide or which do not head on hit with the word, because it goes hand in hand. Because it goes hand in hand.
ശിഷ്യന്മാരെ വാർത്തെടുക്കുന്നതിൽ അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. He knows how to be discipled and he knows what is the importance of being discipled. എങ്ങനെ ശിഷ്യത്വത്തിൽ നടക്കാമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ പഠിച്ച വ്യക്തിയാണ് പൗലോസ്. ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കിൽ ഇരുന്നു കൊണ്ട് പിതാക്കന്മാരുടെ സകല തിരുവഴുത്തിലും അഗ്രഗണ്യനായി തീർന്ന മനുഷ്യൻ, സകല ന്യായപ്രമാണങ്ങളിലും എല്ലാം അറിയാവുന്ന മനുഷ്യൻ. പുള്ളി തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പുള്ളി പറയുക, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ വെറും വശീകരണ വാക്കുകളല്ല. അതിൻ്റെ അർത്ഥം പുള്ളിക്ക് വശീകരണ വാക്കുകൾ പറയാൻ അറിയാമായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് ദ നോളജ്. ഗമാലിയേലിന്റെ പാദപീഠത്തിങ്കിൽ ഇരുന്ന് പഠിച്ച തിരുവഴുത്തിന്റെ ആഴങ്ങൾ മുഴുവൻ തൻ്റെ തലയ്ക്കകത്ത് അറിവായിരിക്കുമ്പോഴാ ഈ മാർഗത്തിൽ പോകുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യണം, ഇവരെ ഉപദ്രവിക്കണമെന്നുള്ള കൈയെഴുത്ത് അല്ലെങ്കിൽ രേഖ വാങ്ങിച്ചുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ, അവരെ ഉപദ്രവിക്കാൻ, പുതിയ നിയമസഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ശൗൽ എന്നൊരു മനുഷ്യൻ പുറപ്പെടുന്നത്. പക്ഷെ അറിവായിരുന്ന തിരുവഴുത്തുമായി, സാക്ഷാൽ തിരുവഴുത്തുമായവനുമായുള്ള ഏറ്റുമുട്ടൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ സംഭവിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിനകത്തിരുന്ന അറിവുകൾ വെളിപ്പാടുകളായി മാറി. The very knowledge encountered with the very person who gave the word. അവന്റെ അറിവായിരുന്നു. അവൻ വായിച്ചുകൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ അവന്റെ പുസ്തകത്തിൽ വരും എഴുത്തായി മാത്രം ഇരുന്ന തിരുവഴുത്തുകൾ, സാക്ഷാൽ തിരുവഴുത്തായവൻ, സാക്ഷാൽ വചനമായവൻ, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് അവന്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടപ്പോൾ, അനന്യാസിന്റെ കൈവെപ്പിനാൽ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട അതേ ശൗല് പൗലോസായി ഉണർവിന്റെ ഒരു വക്താവായെങ്കിൽ, if he became, I love the term revivalist. നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതാ. എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ എവിടെയൊക്കെയോ നമ്മൾ കേട്ട് കണ്ട, ചിലപ്പോൾ നമ്മൾ ഏറ്റ മുറിവുകളുടെ അനന്തരഫലം കൂടെ ആയിരിക്കാം നമ്മൾ ചിന്തിക്കുന്ന ചില രീതികൾ. പക്ഷേ സകലതും പരിശുദ്ധാത്മാവിന് വിധേയത്വത്തിലാക്കിയാൽ ഒരു വലിയ ഉണർവിൻ്റെ വക്താവായി വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് വളർന്നൊരു സഭയാണ് 120 നിന്ന് 3000 കടന്നത്. ഇതെല്ലാം അതിനകത്തൊരു വലിയ ഭാഗം, പരമപ്രധാനമായ ഭാഗം വഹിച്ചിട്ടുണ്ട്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ വചനമറിയാത്തവർ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തതിൻ്റെ ഉത്തമ ഉദാഹരണം അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തെ അവർ പറഞ്ഞത് ഇവർ വീഞ്ഞു കുടിച്ചിട്ട് മത്തരായിരിക്കുകയാണ്. ദേ ആർ ഇൻടോക്സിക്കേറ്റഡ്. വചനത്തിന്റെ വെളിച്ചത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ചലനത്തിനെ കണ്ടില്ലെങ്കിൽ ഭ്രാന്താണെന്ന് തോന്നും. അതുകൊണ്ട് ആ ലോകത്തിന് ഇത് ഭോഷത്വമാണെങ്കിലും നമുക്കിത് വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയാണെന്ന് വചനം പഠിപ്പിക്കുന്നത്. എന്തിൽ നിന്ന് ഒഴിച്ചു മാറ്റും, എന്തിൽ നിന്ന് വേർതിരിക്കും? ഇതിനകത്ത് വേർതിരിക്കാനില്ല. വചനത്തിന്റെ ആഴത്തിൽ വേരൂന്നിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ക്രിസ്തുവിലേക്കുള്ള നമ്മുടെ നോട്ടം സ്ഥിരമായില്ലെങ്കിൽ, ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് നമ്മുടെ ഐസ്, നമ്മുടെ കണ്ണുകൾ ലോക്കായില്ലെങ്കിൽ, നമ്മുടെ ലോകത്തിലെ ഈ ഓട്ടം അസ്ഥിരമാകും. നമ്മുടെ ലോകത്തിലെ ഈ ഓട്ടം ഒരു ചെറിയ കാറ്റ് വരുമ്പോൾ മാറി മറിയും. ഒരു വലിയ ഉണർവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയക്കുന്ന എല്ലാ ഉണർവുകളും, ഈ ഭൂമിയിൽ 21-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരിക്കുന്ന എല്ലാ ഉണർവുകളും പരിശോധിക്കുക. ഒരു കാലഘട്ടത്തിനിപ്പുറം നിലനിന്നിട്ടുള്ള എല്ലാ ഉണർവുകളും പഠിക്കുക. ഭൂമിയിലുണ്ടായ എല്ലാ ഉണർവുകളുടെയും
എൻഡിങ്ങും പഠിക്കുക. നമുക്ക് മനസ്സിലാകും എവിടെയോ ഇതിലേതിലോ ഒരെണ്ണത്തിന് കോട്ടം സംഭവിച്ചു. ഇതിലേതിനോ ഒരെണ്ണത്തിന് ഏത് റിവൈവൽ വേണമെങ്കിലും പഠിച്ചോ. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അതിനൊന്നും എൻ്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടുപോകുകയാണ്. ഇവർ രണ്ടുപേരും രണ്ട് ഉണർവിൻ്റെ വക്താക്കൾ, പൗലോസും പത്രോസും, വളരെ മനഃപൂർവ്വമായി ചെയ്തൊരു പരമപ്രധാനമായ ഒരു കാര്യത്തിലേക്കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടുപേരും വലിയ പരിശുദ്ധാത്മാവിൻ്റെ ചലനം ഉണ്ടാകുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ജനത്തിൻ്റെ ശ്രദ്ധയെ ക്രിസ്തുവിലേക്ക് റീഫോക്കസ് ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലൻ 12 പേരുടെ മേൽ കൈവച്ച് അവരെ അഭിഷേകം പ്രാപിക്കുമ്പോഴും ക്രിസ്തുവിലേക്ക് അവരുടെ ശ്രദ്ധയെ, ദൈവരാജ്യത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ, എഫേസ്യ സഭക്കാർക്ക് ലേഖനം എഴുതുമ്പോഴും അവൻ പറയുന്നുണ്ട്, പൗലോസ് പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് വളരെ മനഃപൂർവ്വമായി എവിടെയൊക്കെയോ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, നമ്മൾ ദൈവസാന്നിധ്യത്തെ വഹിക്കുമ്പോൾ, it is natural and normal that people will be looking at you because you host the presence of God. It is inevitable. But it is your responsibility. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തമാണ് ക്രിസ്തുവിനെ വരച്ചു കാട്ടുക, ക്രിസ്തുവിലേക്ക് ജനത്തിൻ്റെ ശ്രദ്ധയെ തിരിക്കുക. ഇല്ലെങ്കിൽ വിൽ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. നമ്മൾ ശുശ്രൂഷയിൽ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോ. ഈ ഒരു ചെറിയ ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നമ്മൾ ശുശ്രൂഷയിൽ തന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോ. ഇതാ മാർത്തയ്ക്കും മറിയയ്ക്കും ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ സംഭവിച്ചേ. ആരാ അവിടെ യേശുവിനെ കൈക്കൊണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്കൊന്നു ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അവസാനത്തെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. 38 വാക്യം, ലൂക്ക് 10:38. അല്ല, അതല്ല, യെസ്, മാർത്ത എന്ന് പേരുള്ളൊരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ആരാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊണ്ടേ? മാർത്ത. എന്നിട്ട് അതിൻ്റെ താഴോട്ടുള്ള അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, പതുക്കെ വായിക്കാവോ? പേരുള്ളൊരു അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇതിനുശേഷം സംഭവിക്കുന്ന 2 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾക്കെല്ലാം അറിയാം. കുറച്ച് ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് അവൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. ഷി വാസ് സെറ്റിംഗ് ദ ടേബിൾ. അവൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അവിടെ മനം കലങ്ങി, അവൾ ക്ഷീണിച്ചു. അവൾ നോക്കിയിട്ട് യേശുവിൻ്റെ അടുത്ത് തന്നെ പോയി പരാതി പറയുകയാണ്. യേശുവെ, ഇവിടെ കണ്ട ഒരാൾ ഇരിക്കുന്നേ, ചുമ്മാ കേട്ടോണ്ടിരിക്കുക, എന്നെ സഹായിക്കുന്നില്ല, ഇതെന്നാ പരിപാടിയാ? ഇതല്ലേ നമുക്കും പലപ്പോഴും സംഭവിക്കുന്നേ. എവിടെ അവൾ ബിസി? ലോകത്തിൻ്റെ കാര്യത്തിലല്ല. ഷീസ് ഇൻവോൾവ് ഇൻ മിനിസ്ട്രി. ഷീസ് ഡൂയിങ് ദ തിങ്സ് ഓഫ് ദ ലോർഡ്. അവൾ യേശുവിനെ കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി, യേശുവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അടുക്കളയിൽ ശുശ്രൂഷിക്കുക. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ മനം കലങ്ങി അവളോട് യേശു പറയുക, നീ തളർന്നിരിക്കുക മോളെ. പക്ഷെ മറിയ കണ്ടോ, ദൈവ സാന്നിധ്യത്തെ വിട്ടില്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തെ വിട്ടില്ല. നീ സാന്നിധ്യത്തെ കൈക്കൊണ്ടു, ദാറ്റ് ഇസ് റൈറ്റ്. പക്ഷെ യു ഡിഡ് നോട്ട് നോ, നീ അറിയാതെ മിസ്സാക്കി കളഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ അവിടെ വലിയ വിലയേറിയ വലിയ വെളിപ്പാടുകൾ ഞാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ചെല്ലുന്നിടത്തെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ പഠനത്തെ മിസ്സാക്കിയിട്ടാണ് ഒരാൾ അടുക്കളയിൽ എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷ ചെയ്യുന്നത്. ഐ ഹാവ് ബീൻ ദേർ. ഐ ആം ബിസി മിനിസ്ട്രിങ്. ഐ ആം ബിസി ഡൂയിങ് ഫോർ ദ ലോർഡ്, മിസ്സിങ് ഔട്ട് ഓൺ ദ ലോർഡ്. ഞാൻ ശുശ്രൂഷയിൽ വ്യാപൃതനാ. ഞാൻ ശുശ്രൂഷയിൽ എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാ. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായ്മൊഴിയിൽ ആശ്രയിച്ചില്ലെങ്കിൽ, ഇഫ് ഐ എം നോട്ട് റൂട്ടഡ് ഇൻ ദ വേർഡ്, അതിനെ കോംപ്രമൈസ് ചെയ്താൽ സസ്റ്റനൻസ് ഇസ് അറ്റ് സ്റ്റേക്ക്. നിലനിൽപ്പാ പ്രശ്നത്തിലാവുന്നേ.
ഇന്ന് പകൽ നമ്മൾക്ക് വേണ്ടുന്നൊരു തലമുറ എങ്ങനത്തെ തലമുറയാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് വളരെ വില കൽപ്പിക്കുന്ന, എന്നാൽ ദൈവവചനത്തിൻ്റെ തിരുവഴുത്തുകളിൽ ഒരു വ്യത്യാസവും വരുത്താതെ ദൈവവചനത്തെ പ്രസംഗിക്കുന്ന, ദൈവശക്തിയോടെ വിളിച്ചു പറയുന്ന ഒരു തലമുറ ഇന്ന് പകൽ എഴുന്നേൽക്കണം. ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അവിടെയാണ് ദൈവം തരുന്നതാണോ അതോ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളതിനൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ വരുന്നത്. മാർത്ത കൈക്കൊണ്ടു. മറിയാമിന്റെ കാൽക്കലിരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തു. She chose the best portion. She chose the best portion. ഇന്ന് നമ്മൾക്ക് വേണ്ടുന്ന തലമുറ യേശുവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രം ഫോളോ ചെയ്യുന്നില്ല, യേശുവിൻ്റെ ഒരു വ്യക്തിത്വം മാത്രം ഫോളോ ചെയ്യുന്നവരല്ല, യേശുവിനെ ആസ് എ ഹോൾ നമ്മുടെ ജീവിതത്തിൽ വഹിക്കുന്ന. യേശു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴി, ദൈവത്തിങ്കിലേക്കുള്ള വഴി, ഞാൻ തന്നെ പിതാവിങ്കിലേക്കുള്ള വഴി. വഴി കാണിക്കാനല്ല ഞാൻ നിൽക്കുന്നത്. ഐ ആം ദ വേ. ഞാനാണ് വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ വചനം. ഇതിനൊന്നും ക്രോസ് റെഫറൻസുകൾ എടുത്ത് കണക്ട് ചെയ്യണ്ട എന്ന് എനിക്കറിയാം, ബിക്കോസ് എവറിബഡി നോസ് ദിസ്. ഐ എം ടോക്കിംഗ് ടു എ ചർച്ച് ക്രൗഡ്. ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ തിരുവചനം, ഞാൻ തന്നെ ജീവനാകുന്നു. ജീവൻ എന്തു വരുന്നു? ആത്മാവാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ജീവനും ആത്മാവുമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണോ 16-ാം അധ്യായത്തിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. യേശു തന്നെ പറഞ്ഞ വാക്കായത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം ജീവനും ആത്മാവുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ആസ് ജീസസ് ആസ് എ പേഴ്സൺ, there is no factor that we can eliminate. നമ്മൾക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്ന ഒരു ഭാഗവുമില്ല. ഒരു ഉണർവെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചലനത്തോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വചനത്തിന് അതിനധികം പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും എന്ത് ചെയ്യും? അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുമ്പോൾ തന്നെ ജനത്തെ അനുതാപത്തിലേക്ക് നയിക്കും. അനുതപിച്ച ജനം ആരായിത്തീരും? ശിഷ്യന്മാരായിത്തീരും. ഇതിലേതെങ്കിലും ഒന്നിൽ പ്രശ്നം പറ്റിയാൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. വചനത്തിൽ അടിസ്ഥിതമല്ലാത്ത ആത്മാവെന്ന് നമ്മൾ പറയുന്നത് വെറും വികാര പ്രകടനങ്ങളാണ്. ആത്മാവില്ലാത്ത ദൈവവചനം വെറും അറിവിൻ്റെ ഭാരമാണ്. If the word is not backed by the spirit, it is just information overload. അത് ശൗലുമാരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, സഭയ്ക്ക് പീഡനങ്ങൾ വരുത്തുന്നവരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവവചനത്തിൻ്റെ ആഴവും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടും ഒരുപോലെ കത്തുന്നവൻ ഉണർവിൻ്റെ വക്താവായി തീരും. He will become a revivalist, shaking nations. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, കർത്താവേ രാജ്യങ്ങളെ തരണേ? ഞാൻ പ്രാർത്ഥിക്കും എല്ലാ ദിവസവും, കർത്താവേ രാജ്യങ്ങളെ അവകാശമാക്കി തരണമേ, ദേശങ്ങളെ അവകാശമാക്കി തരണമേ, പട്ടണങ്ങളെ അവകാശമാക്കി തരണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആഴം എനിക്ക് വളരെ വ്യക്തമായി അറിയാം. I'm asking for the biggest responsibility that anybody can ask. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും കത്തെഴുതിക്കൊണ്ടിരിക്കുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടയ്ക്കും. And before I close out, I want to acknowledge also the presence of Joanna. Joanna വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ നടുവിലുണ്ട്. ദൈവം അവളുടെ ജീവിതത്തിൽ വലിയ സാക്ഷ്യം ചെയ്തിട്ടുണ്ട്. We'll talk to her. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടി അവളോട് സംസാരിക്കുക. Where things seem impossible, ദൈവം നമ്മൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവ നദി ഒഴുകാൻ അവനിൽ ആശ്രയിച്ചേ മതിയാകുകയുള്ളൂ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറക്കാൻ ഇന്ന് പകൽ എത്ര പേർ പ്രാർത്ഥിക്കും? അതാത് സ്ഥാനങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാൻ പോകുകയാണ്. അവൻ നല്ലവൻ, അവൻ വിശ്വസ്തൻ. ഒരു ഉണർവിന് വേണ്ടി കൊതിക്കുന്ന സഭ. ഐ എം ടോക്കിംഗ് ടു എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു വാണ്ട്സ് ടു സീ എ റിവൈവൽ ഇൻ ദെയർ ലൈഫ് ടൈം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ മനസ്സിലാക്കുക,
പരിശുദ്ധാത്മാവ് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഞാൻ ഉദാഹരണങ്ങൾ എടുക്കാതെ തന്നെ നമുക്ക് മനസ്സിലാകും. പരിശുദ്ധാത്മാവിനെ വളരെയധികം പ്രാധാന്യത്തോടെ വഹിക്കുന്ന ഒരു തലമുറ. അതോടൊപ്പം തന്നെ ദൈവവചനം. ഓ റാം ശഖാല പ്രഭാധരഘടകർത്തനാദിയ. എഫേസ്യ ലേഖനത്തിന് പൗലോസ് കത്തെഴുതുമ്പോൾ ലേഖനത്തിലല്ലേ പറയുന്നത്, സർവായുധ വർഗം ധരിക്കുക. ആത്മയുദ്ധം വളരെ വളരെ ആഴത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന അർത്തമീസ് ദേവിയുടെ അന്ധകാരങ്ങളെല്ലാം വാണുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ പൗലോസ് എഴുതുക, ആത്മാവിന്റെ വാളായ വചനം. The sword of the spirit. ആത്മാവിനെയും വചനത്തെയും തമ്മിൽ വേർതിരിക്കരുത്. ദൈവ വചനം ജീവനും ചൈതന്യമുള്ളത്. അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയത്. നമ്മുടെ എല്ലാ ഭാഗങ്ങളെയും ചിന്തനങ്ങളെയും നിലവുകളെയും വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. ജീവിതത്തിൽ നിലനിൽക്കുന്ന ഫലം വേണോ? ജീവിതത്തിൽ നിലനിൽക്കുന്ന വ്യത്യാസം വേണോ? Do you need a change that sustains your life? പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തണമേ. അങ്ങയുടെ വചനത്തിന്റെ ആഴങ്ങളെ വെളിപ്പെടുത്തണമേ.